ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ടോണിക് ബൈ ഷഫ്ന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാരൻസിൻ്റെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കണേ. നിങ്ങളുടെ മക്കൾ നിങ്ങൾ അനുസരിക്കുന്നില്ലേ? വാശി കൂടുതലാണോ? എന്ത് കാര്യത്തിനും ദേഷ്യം പിടിക്കുന്നവരും ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല എങ്കിൽ, എക്സാമ്പിളായിട്ടിപ്പോൾ ഫോണ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, പറഞ്ഞ ടോയ് കിട്ടിയില്ലെങ്കിൽ വാശി പിടിക്കുന്നവരാണോ? എങ്കിൽ അത്തരക്കാരെ എങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാം എന്നതിനുള്ള 10 ടിപ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടിപ്സിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനൽ ഒരു ചെറിയ ചാനലാണ്. ഇൻഷാ അല്ലാഹ് ഇതിനെ വലിയ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ആവശ്യമാണ്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നമുക്ക് ടിപ്സിലോട്ട് പോവാം. ടിപ്പ് നമ്പർ 1, മക്കളോട് സ്നേഹത്തോട് സംസാരിക്കുക. എന്ന് വെച്ചാൽ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ഹാർഡായിട്ടല്ലാതെ സോഫ്റ്റായിട്ട് സംസാരിക്കുക. കുട്ടി തെറ്റ് ചെയ്താൽ നമ്മുടെ സ്ട്രെസ് മുഴുവൻ കുട്ടിയുടെ മേൽ കൊണ്ടിടാതെ ശാന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അവർക്ക് പറയാനുള്ളത് മുഴുവനായിട്ടും കേൾക്കുക. താങ്ക് യു, പ്ലീസ് എന്നീ വാക്കുകളൊക്കെ നമ്മുടെ സംസാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുക. എന്ന് വെച്ചാൽ കുട്ടിയോടൊരു സാധനം എടുത്തു കൊണ്ടുവരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി എടുത്തു കൊണ്ടുവന്നാൽ താങ്ക് യു പറയാം. അല്ലെങ്കിൽ മറ്റൊരു സാധനം എടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് എടുത്തു തരുമോ എന്ന് പറയാം. ഇത്തരം വാക്കുകളൊക്കെ നമ്മുടെ സംസാരത്തിൽ നിന്നാണ് മക്കൾ പഠിക്കേണ്ടത്. ടിപ്പ് നമ്പർ 2, മക്കൾക്ക് നല്ല മാതൃക കാണിക്കുക. കാരണം നമ്മുടെ ഓരോ പ്രവൃത്തിയും പെരുമാറ്റങ്ങളും മക്കൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. അവരത് അവരുടെ ലൈഫിലോട്ട് കോപ്പി ചെയ്യും. സോ ഏത് കാര്യത്തിനും ഉപദേശിക്കുന്നതിന് പകരം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക. എക്സാമ്പിളായിട്ട് നിയമങ്ങൾ പാലിക്കുക, സമയത്തിൽ കൃത്യനിഷ്ഠത പാലിക്കുന്നത്, വാക്ക് പാലിക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലെല്ലാം മക്കൾക്ക് മാതൃക കാണിക്കുക. അപ്പോൾ പിന്നെ അവരത് സ്വയം ചെയ്യാൻ തുടങ്ങിക്കോളും. അവരെ പ്രത്യേകിച്ച് ഉപദേശിക്കേണ്ട ആവശ്യം വരില്ല. ടിപ്പ് നമ്പർ 3, ചെറിയ ചെറിയ ചിട്ടകളും റൂൾസൊക്കെ ഉണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ ഉറങ്ങുന്ന സമയം, പഠിക്കുന്ന സമയം, കളിക്കുന്ന സമയം തുടങ്ങിയ കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു സമയക്രമീകരണം ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ പാരൻസ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ പ്രായത്തിനും വയസ്സിനൊക്കെ അനുയോജ്യമായ ചിട്ടകളും റൂൾസൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ പട്ടാളച്ചിട്ട എന്നൊക്കെ പറയാറില്ലേ, അത്തരം രീതിയിലോട്ടൊന്നും പോവരുത്. ടിപ്പ് നമ്പർ 4, കുട്ടികളെ ശ്രദ്ധയോടെ കേൾക്കുക. എന്ന് വെച്ചാൽ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ആ സമയത്ത് ഫോണോ ടിവിയോ ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് ചുമ്മാ മൂളി വിടരുത്. അവരുടെ വികാരങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വേണം. എക്സാമ്പിളായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. എനിക്ക് 2 കുഞ്ഞുമക്കളുണ്ട്. ഒരാൾക്ക് 2.5 വയസ്സാണ്, മൂത്തയാൾക്ക് 4.5 വയസ്സാണ്. ഞാൻ എന്തെങ്കിലും ജോലി തിരക്കിലാവുമ്പോൾ എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ മൂളി വിടാറുണ്ടായിരുന്നു. ബട്ട് ആ സമയത്ത് അവരുടെ സംസാരം ചുരുങ്ങി പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അതിനുശേഷം അവരെന്ത് കാര്യങ്ങൾ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ ജോലി ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് അവരുടെ അടുത്ത് ആണോ, എന്നിട്ടെന്ത് സംഭവിച്ചേ എന്നൊക്കെ ഇങ്ങനെ എക്സ്പ്രഷനോടുകൂടെ ചോദിക്കുമ്പോൾ അവർ കൂടുതൽ ഉത്സാഹത്തോടെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾ എന്നും കുഞ്ഞുങ്ങളായിരിക്കില്ല. വളരെ ഫാസ്റ്റായിട്ട് അവർ വളരും. കിട്ടുന്ന ചുരുങ്ങിയ സമയങ്ങളിൽ നമ്മുടെ ജോലി തിരക്ക് പറഞ്ഞ് അവരെ മാറ്റി നിർത്തരുത്. അവരുടെ ഇമോഷൻസിന് വാല്യൂ നൽകാതിരിക്കരുത്. ചൈൽഡ്ഹുഡ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആക്കാൻ നമ്മൾ പാരൻസ് ശ്രദ്ധിക്കണം. ടിപ്പ് നമ്പർ 5, പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എന്ന് വെച്ചാൽ കുട്ടി ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും വാവ് സൂപ്പർ, മോൻ നന്നായി ചെയ്തുട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രശംസിക്കുക. കുഞ്ഞു ഗിഫ്റ്റുകൾ, സ്റ്റിക്കേഴ്സ് ഒക്കെ കൊടുത്തിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ഇവയൊക്കെ കൊടുക്കുമ്പോൾ മോൻ ഇന്ന കാര്യം ചെയ്തിട്ട് ഉമ്മച്ചി ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ എന്ന് അവരടുത്ത് പറയണം. അതിലൂടെ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് ഒരു പ്രചോദനം കിട്ടും. ടിപ്പ് നമ്പർ 6, എല്ലാ കാര്യങ്ങളിലും ഒരു സ്ഥിരത ഉണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു നിയമം പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ആകുമ്പോഴേക്കും അതിനെതിരായി പ്രവർത്തിക്കരുത്.
മിക്ക വീടുകളിലും പ്രത്യേകിച്ച് ജോയിൻറ്റ് ഫാമിലീസിൽ കണ്ടുവരുന്ന പ്രോബ്ലമാണ് അമ്മ പറയുന്ന റൂൾ ആയിരിക്കില്ല അല്ലെങ്കിൽ നിലപാടായിരിക്കില്ല അച്ഛനുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന് ഉണ്ടായിരിക്കുക. എക്സാമ്പിളായിട്ട് കുഞ്ഞ് ഫോണിന് വാശി പിടിക്കുകയാണെങ്കിൽ അമ്മ അത് കൊടുക്കാതിരിക്കുമ്പോൾ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ അച്ഛനോ പറയുകയാണ് കുറച്ച് സമയം കൊടുത്തേക്ക്, അല്ലെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കും. അപ്പോൾ കുട്ടിക്ക് അവിടെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കുട്ടിയുടെ അമ്മയുടെ നിലപാടിന് വാല്യൂ ഇല്ലാണ്ടാവുകയും ചെയ്യും. മറ്റൊരു പ്രാവശ്യം ഫോൺ കൊടുത്തില്ലെങ്കിൽ കുട്ടി ഡയറക്റ്റ് ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് പോയി കാര്യം പറയും. സോ ഇത്തരം പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ കൂടിയിരുന്ന് വ്യക്തമായ റൂൾസോ അല്ലെങ്കിൽ നിലപാടുകളോ കൊണ്ടുവരിക. ടിപ്പ് നമ്പർ 7, ചെറിയ ചെറിയ പണിഷ്മെൻറ്റുകൾ നൽകാം. അടിയോ കനത്ത ശബ്ദമോ ഒഴിവാക്കി ടൈം ഔട്ട് പോലെയുള്ള ശാന്തമായിട്ടുള്ള ശിക്ഷാരീതികൾ പ്രയോഗിക്കാം. ടൈം ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കൂട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ കളിയിൽ നിന്നോ കുറച്ച് സമയത്തിന് കുട്ടിയെ വേർപ്പെടുത്തി ഇരുത്തുക. ആക്ച്വലി ഇതൊരു ശിക്ഷാരീതിയല്ല, കാമായ ഒരു ഇടവേള നൽകി കുട്ടിക്ക് തൻ്റെ തെറ്റ് മനസ്സിലാക്കാനും പെരുമാറ്റം നന്നാക്കാനുമുള്ള പോസിറ്റീവ് ഡിസിപ്ലിൻ ടെക്നിക്കാണ്. കുട്ടിക്ക് എന്തെങ്കിലും പണിഷ്മെൻറ്റ് നൽകുകയാണെങ്കിൽ ഇന്ന കാര്യത്തിനാണ് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ കുട്ടികൾ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ടിപ്പ് നമ്പർ 8, കുട്ടികളുടെ വികാരങ്ങൾ മനസ്സിലാക്കുക. കോപിക്കുന്നത്, കരയുന്നത്, പേടിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുക. കുട്ടിക്കൊരു സങ്കടം ഉണ്ടെന്ന് മനസ്സിലായാൽ എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്, അമ്മയുടെ അടുത്ത് പറ എന്നൊക്കെ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുക. മുഴുവനായി കേട്ടിരുന്ന് അവർക്ക് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. ഇതിലൂടെ കുട്ടികളുടെ മൈൻഡ് റിലാക്സ് ആവുകയും പാരൻസ് എൻ്റെ കൂടെ ഉണ്ടെന്ന് അവർക്ക് ബോധ്യം വരികയും ചെയ്യും. ദെൻ ടിപ്പ് നമ്പർ 9, കുട്ടിയും ഒന്നിച്ച് സമയം ചിലവഴിക്കുക. ദിവസവും കുറച്ച് സമയമെങ്കിലും മക്കളുടെ ലോകത്തേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലണം. അവരോടൊപ്പം കളിക്കണം, കഥകൾ പറയണം. ഈ സമയത്ത് ഫോൺ എടുക്കുകയേ ചെയ്യരുത്. ഭക്ഷണ സമയത്ത് വീട്ടിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്തും ഫോണ് ഒഴിവാക്കുക. ടിപ്പ് നമ്പർ 10, കുട്ടിക്ക് നമ്മിലുള്ള വിശ്വാസം വളർത്തുക. കുട്ടി പറയുന്ന കാര്യങ്ങൾ ചെറുതാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ നൽകി മുഴുവനായും കേൾക്കുക. കുട്ടികൾക്ക് അവരുടെ പ്രോബ്ലംസ് തുറന്നു പറയാൻ അവസരം നൽകുക. എല്ലാം നന്നായി കേട്ട് ഉചിതമായ സൊല്യൂഷൻസ് അവർക്ക് നൽകുക. അങ്ങനെയുള്ള മക്കൾ ഒരിക്കലും വഴി തെറ്റിപ്പോവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% എനിക്ക് ഉറപ്പാണ് നിങ്ങളും നിങ്ങളുടെ മക്കളും തമ്മിലുള്ള ബോണ്ട് ദൃഢമാവോ എന്നുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ബൈ.